കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് വാർത്ത വരുന്നുണ്ട് വിജയകുമാർ. അവിടെ ഈ മെസ്സിയുടെ ആരാധകർ പൂർ മാനേജ്മെന്റിൽ അവർ അസ്വസ്ഥരായിട്ട് സ്റ്റേഡിയം അടിച്ചു പൊളിക്കുന്ന കാഴ്ചകൾ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനിടയിൽ നമ്മുടെ റിസൾട്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിരാശരായ മെസ്സി ഫാൻസ് ആരാധകർ അല്ലെ അടിച്ചു തകർത്തു എന്നുള്ളതാണ്. മെസ്സി വേൾഡ് കപ്പുമായി നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ട് അവിടെ. അത് മൂടിയിട്ടേക്കാണ്. അതൊരു പക്ഷെ മെസ്സി വരുമ്പോഴായിരിക്കും ആ മൂടി മാറ്റുന്നത്. എന്നാൽ ക്രമീകരണങ്ങൾ മോശമാണെന്ന് ഇറങ്ങി അടിച്ച് പൊളിച്ച് വൃത്തികേടായി കളഞ്ഞു. സ്റ്റേഡിയം മൊത്തം അലമ്പാക്കിയെന്നാണ് പറയുന്നത്. മേജർ കയോ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്ത എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. മെസ്സി കൊൽക്കത്ത കൊച്ചി വന്നില്ലെങ്കിലും കൊൽക്കത്ത വന്ന മെസ്സി നമുക്ക് കണ്ട് സായുജ്യം അടയാം. കൊൽക്കത്തയിൽ ഇന്ത്യയിൽ വന്ന മെസ്സി. കൊച്ചിയും കൊൽക്കത്തയും കൊൽക്കത്തയിൽ കണ്ട് ഞങ്ങൾ സായുജ്യം അടയുന്നു. ഇത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അല്ല, സാൾട്ട് ലേക്ക് സ്റ്റേഡിയമാണ്. പക്ഷെ അവിടെ ആരാധകർ ഇറങ്ങി മൊത്തത്തിൽ അവിടെ ഉള്ളവർക്ക് വിൻഡോ കിട്ടി. ഇത് കൊച്ചിയല്ല, കൊൽക്കത്തയാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അല്ല, സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ആണ്. ചെറിയ വ്യത്യാസമുള്ളൂ. മാത്രമല്ല കൊൽക്കത്ത സ്റ്റേഡിയക്കാർ ചോദിച്ചപ്പോ വിൻഡോ കിട്ടി. വിൻഡോ മാത്രമല്ല അവര് കൊൽക്കത്ത സ്റ്റേഡിയം വിൻഡോ ചോദിച്ചു, ഡോറ് തുറന്നു, അത് കൊടുത്തു. നന്നായി. അപ്പൊ കൊൽക്കത്ത സ്റ്റേഡിയത്തിൽ മെസ്സി സന്ദർശിക്കുന്ന ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. എന്തായാലും ആവേശം അണപൊട്ടി ഒഴുകി. അതേസമയം നിരാശരായ കാണികൾ, മെസ്സിയുടെ ആരാധകർ സ്റ്റേഡിയത്തിലെ പല സ്ഥലങ്ങളിലും തകർത്തു എന്നുള്ള വാൻഡലൈസ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിൽ ദേശീയ ANI പോലെ അസോസിയേറ്റ് ന്യൂസ് ഓഫ് ഇന്ത്യ ANI ഒക്കെ പറയുന്നത് നിരാശരായ കാണികൾ മെസ്സി ആരാധകർ സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളും അടിച്ച് തകർത്തു എന്നുള്ളതാണ്. എന്തായാലും മെസ്സി വെരി ഗുഡ്. ഇന്ത്യ വന്നു. അല്ലെ അത് വലിയ ഇപ്പൊ നമുക്ക് അനിൽ വാസുദേവ് എവിടെ നിന്ന് ചേരുന്നത്? അനിൽ വാസുദേവ് ഹൈദരാബാദിൽ. അനിൽ വാസുദേവ് നമ്മുടെ സ്പോർട്സ് കുറ്റി സ്പോർട്സ് പ്രതിനിധി തത്സമയം ചേരുന്നു. കുറ്റി നാടൻ റെഡി. അനിൽ സാൾട്ട് ലേക്കിൽ ആൾക്കാർ ഇറങ്ങിയെന്നോ ആരാധകർ പ്രശ്നമാക്കിയെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. വല്ലതും കൂടുതൽ അറിഞ്ഞോ? മെസ്സി വന്നു. ഹാഷ്മി, അത്തരം ANI അടക്കമുള്ള മാധ്യമങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആളുകൾ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ പിച്ചിലേക്കൊക്കെ ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒപ്പം തന്നെ സ്റ്റേഡിയം നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് ഒരു മിസ്മാനേജ്മെന്റ് ആരോപിച്ചാണ് ഈ ആരാധകർ വലിയ രീതിയിൽ ഈ പ്രതിഷേധം ഉയർത്തുന്നത്. ഒരുപക്ഷെ മെസ്സി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം, അദ്ദേഹം വരുമ്പോൾ വലിയ രീതിയിൽ രാജ്യം എക്സ്പെക്ട് ചെയ്താണ്, വലിയ ആഘോഷമാക്കിയതാണ്. പക്ഷേ ആ ഒരു മിസ്മാനേജ്മെന്റ് എന്നുള്ളത് വലിയ തിരിച്ചടി ആവുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ കാണുന്നത്. സ്റ്റേഡിയത്തിലെ സീറ്റുകൾ തകർക്കുന്നതും ഒപ്പം തന്നെ പിച്ചിലേക്ക് കടന്നു കയറുന്നതും ഒക്കെ തന്നെ. എന്തായാലും അനിൽ വാസുദേവായിരുന്നു ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.